യുഎസിന്റെ ഒരു സബ്മറൈൻ ഐസ്ലൻഡിൽ എത്തിയിരിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഈ സബ്മറൈനെ കുറിച്ച് ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രത്യേകിച്ച് സബ്മറൈന്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ സബ്മറൈനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സബ്മറൈന് സാധാരണ ഡീസൽ സബ്മറൈനും അതുപോലെ ന്യൂക്ലിയർ സബ്മറൈനും ആണുള്ളത്. ശരിക്കും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നും ഡീസൽ സബ്മറൈന് ഭയങ്കര ശബ്ദമായിരിക്കും എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഡീസൽ സബ്മറൈന് ശബ്ദം കുറവാണ്. ഡീസൽ സബ്മറൈൻ വെള്ളത്തിനടിയിലൂടെ പോകുന്ന സമയത്ത് ഇത് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഡീസൽ സബ്മറൈൻ്റെ ശബ്ദം ന്യൂക്ലിയർ സബ്മറൈനേക്കാൾ കുറവാണ്. ഡീസൽ സബ്മറൈൻ അതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് വെള്ളത്തിന് മുകളിലേക്ക് വരും. ഓക്സിജൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എയർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡീസൽ എഞ്ചിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ സമയം ഈ സബ്മറൈൻ വെള്ളത്തിന് മുകൾ വശത്തേക്ക് വരുന്നൊരു സമയത്ത് എഞ്ചിന്റെ ശബ്ദം കേൾക്കാം എന്നുള്ളതല്ലാതെ ഡീസൽ എഞ്ചിൻ പ്രവർത്തിക്കാത്ത സമയങ്ങളിൽ വെള്ളത്തിനടിയിലായിരിക്കുന്ന സമയത്ത് ഡീസൽ സബ്മറൈന് ശബ്ദം കുറവായിരിക്കും. അതേസമയം ന്യൂക്ലിയർ സബ്മറൈന് ശബ്ദം ഡീസൽ സബ്മറൈനേക്കാൾ അല്പം വെള്ളത്തിനടിയിലൂടെ പോകുന്ന സമയത്ത് ഡീസൽ സബ്മറൈനേക്കാൾ കൂടുതൽ ശബ്ദമുണ്ടായിരിക്കും. പക്ഷേ ന്യൂക്ലിയർ സബ്മറൈന് മറ്റൊരു പ്രത്യേകത, ഡീസൽ സബ്മറൈനെ പോലെ ന്യൂക്ലിയർ സബ്മറൈന് ഇടയ്ക്കിടെ വെള്ളത്തിന് ഉപരിതലത്തിലേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല. ന്യൂക്ലിയർ സബ്മറൈന് വളരെ കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കും. അപ്പോൾ വെള്ളത്തിന് മുകളിലേക്ക് വരുമ്പോഴാണ് ഈ സബ്മറൈൻ്റെ സാന്നിധ്യം തിരിച്ചറിയപ്പെടാൻ സാധ്യത വളരെ കൂടുതൽ. സബ്മറൈൻ ന്യൂക്ലിയർ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ ഇത് തിരിച്ചറിയപ്പെടുന്നത് പല മെത്തേഡുകൾ ഉപയോഗിച്ചാണ്. അതിലൊന്നാമത്തെയാണ് ഇതിൻ്റെ ശബ്ദം. ഓരോ സബ്മറൈനും ഓരോ ശബ്ദമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശബ്ദം വെച്ച് ഇതിനെ തിരിച്ചറിയാം. പക്ഷേ ഇതിൻ്റെ ശബ്ദം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് സാധാരണ ഇത് നിർമ്മിക്കുന്ന രാജ്യത്തിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കാറാണോ ബൈക്കാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാം, ശബ്ദം കേട്ട് തിരിച്ചറിയാം. അതുപോലെ ഒരു സബ്മറൈൻ്റെ ശബ്ദം നമുക്ക് ആ ശബ്ദം കേട്ട് അത് അല്ലെങ്കിൽ ആ ശബ്ദം മനസ്സിലാക്കി ആ സബ്മറൈനിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും. ശബ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി പല ടെക്നിക്കുകളും ഈ പറയുന്ന സബ്മറൈനുകൾ ഉൾപ്പെടുത്താറുണ്ട്. അതിലൊന്ന് ശബ്ദം വലിച്ചെടുക്കുന്ന തരത്തിലുള്ള ടൈൽസ് ഇതിനകത്ത് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ഇതിന് പുറത്ത് ഒട്ടിക്കുകയോ എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ യന്ത്രഭാഗങ്ങളിൽ വൈബ്രേഷൻ കുറയ്ക്കുന്ന തരത്തിലും അതുപോലെ ഇതിനകത്തുള്ള മെക്കാനിസംസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പല്ലർ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം ശബ്ദം കുറവുണ്ടാകുന്ന തരത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് സോണാർ എന്നുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചാണ് സാധാരണ ഈ ശബ്ദവീചികളെ തിരിച്ചറിയാറ്, അല്ലെങ്കിൽ ഇതിൻ്റെ സാന്നിധ്യം സോണാർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ് തിരിച്ചറിയാറുള്ളത്. സോണാർ ഉപയോഗിച്ച് തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ ഈ സോണാറിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സിനെ അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള ടൈൽസ് ആണ് ഇതിനകത്തുള്ളത്. സോണാർ ഉപയോഗിക്കുമ്പോൾ സോണാറിലുള്ള ശബ്ദതരംഗങ്ങൾ സബ്മറൈനിൽ തട്ടി തിരിച്ചു വരുമ്പോഴാണ് അത് സബ്മറൈനിന്റെ സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സബ്മറൈനുകളിൽ പലതും ഇത്തരത്തിലുള്ള അനക്കോയിക് ടൈലുകൾ ഉപയോഗിക്കാറുണ്ട്. അനക്കോയിക് ടൈലുകൾ സോണാറിൽ നിന്ന് വരുന്ന ശബ്ദതരംഗങ്ങളെ അബ്സോർബ് ചെയ്യും. ശബ്ദമില്ലായ്മയും ചിലപ്പോൾ ഇത്തരത്തിലുള്ള സബ്മറൈന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കാരണമാകാറുണ്ട്. കടലിനടിയിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാവാറുണ്ട്. മത്സ്യങ്ങളുടെയും മറ്റു ജീവജാലങ്ങളുടെയും സമുദ്രജലത്തിന്റെ തന്നെ ഒഴുക്കിന്റെ ഒക്കെ ശബ്ദം ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള ശബ്ദങ്ങളുടെ ഇടയിൽ ഒരു ശബ്ദത്തിന്റെ അസാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ അതും ഇത്തരത്തിലുള്ള സബ്മറൈനുകളെ തിരിച്ചറിയാനുള്ള ഒരു കാരണമായി ഒരുപക്ഷെ മാറിയേക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട മറ്റൊരു ടെക്നോളജി ഇത്തരത്തിലുള്ള സബ്മറൈനെ തിരിച്ചറിയുന്നത് ഇവയുടെ യന്ത്രഭാഗങ്ങൾ അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് ഉപയോഗിച്ചാണ്. ഇതിന്റെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് തിരിച്ചറിഞ്ഞ് വിമാനങ്ങളോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളോ അല്ലെങ്കിൽ കപ്പലുകളോ ഉപയോഗിച്ച് സബ്മറൈനിൽ നിന്ന് പുറത്തു വരുന്ന ചൂട് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് സെൻസ് ചെയ്യുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചൊക്കെ ഈ സബ്മറൈനെ തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. ഇത് ഒഴിവാക്കാനായി പലപ്പോഴും സബ്മറൈനുകൾ സമുദ്രോപരിതലത്തിൽ നിന്നും വളരെ ആഴത്തിലാണ് സഞ്ചരിക്കാറുള്ളത്. പ്രത്യേകിച്ച് ആർട്ടിക് പ്രദേശങ്ങളിലേക്ക് പോകുന്ന സബ്മറൈനുകളെ ഇത്തരത്തിലുള്ള ഇൻഫ്രാറെഡ് തരംഗങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ കടലിന് ചൂടുള്ള ഭാഗങ്ങൾ ഭൂമധ്യരേഖ ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് അത്രത്തോളം ഈസിയല്ല. ഇതുകൂടാതെ സബ്മറൈൻ്റെ പെരിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. സബ്മറൈൻ ഇടയ്ക്ക് ഉപരിതലത്തിൽ വരുമ്പോൾ ഉപരിതലത്തിലെ കാഴ്ചകൾ ലഭിക്കാനായി പെരിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിക്കാറുണ്ട്. ഈ പെരിസ്കോപ്പും പലപ്പോഴും സബ്മറൈനെ തിരിച്ചറിയാനുള്ള കാരണമായി മാറാറുണ്ട്. പെരിസ്കോപ്പ് വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം വേവ് അല്ലെങ്കിൽ ജലത്തിന്റെ ഒരു തരംഗം, ഇതും സബ്മറൈന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഒരു ഉപാധിയായി കാണാറുണ്ട്. ഇതുകൂടാതെ സബ്മറൈൻ വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷനുകൾ, അതുപോലെ സിസ്മിക് സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ ഈ സബ്മറൈൻ വെള്ളത്തിലൂടെ പോകുമ്പോൾ ഇതുണ്ടാക്കുന്ന വളരെ താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദം, അതുപോലെ ഇലക്ട്രിക് സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ സബ്മറൈനിന്റെ ലോഹഭാഗങ്ങളും കടൽവെള്ളവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വൈദ്യുതി, അതുപോലെ മാഗ്നറ്റിക് സിഗ്നേച്ചർ സബ്മറൈനിന്റെ ലോഹഭാഗങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിലുണ്ടാകുന്ന വ്യത്യാസം, സിഗ്നേച്ചേഴ്സ്, ഇതൊക്കെ ഇതിനെ കണ്ടുപിടിക്കാനുള്ള കാരണമായി മാറാറുണ്ട്.